ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ വിസ്തരിച്ച് കേൾക്കാനുള്ള ആഗ്രഹം വിതുരർക്കുണ്ടായതായും അത് പറഞ്ഞുകൊടുക്കാനായി ഉദ്ധവര് പുറപ്പെടുന്നതുമായി സൂചിപ്പിക്കുകയുണ്ടായി. കൃഷ്ണവിരഹത്താൽ അതീവ ദുഃഖിതനായ ഉദ്ധവര് വിതുരരോട് സംക്ഷിപ്തമായി ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ പറഞ്ഞു കൊടുക്കുന്നു. വിതുരവാക്യം കേട്ടപ്പോൾ ഉദ്ധവരുടെ വിരഹാർത്തി മൂർച്ഛിതം ആയതായി കാണാം. അതാണ് ആദ്യത്തെ 6 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ഭഗവാനെക്കുറിച്ച് വിതുരർ അന്വേഷിച്ചു. ആ അവസരത്തിലാണ് ഉദ്ധവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായത്. മറുപടി പറയാൻ പോലും ഉദ്ധവർ അശക്തനായിത്തീർന്നു. ഉദ്ധവരുടെ കൃഷ്ണപ്രേമം ചെറുപ്രായത്തിൽ തന്നെ വേരൂന്നിയതാണല്ലോ. യഃ പഞ്ചഹായനോ മാത്ര പ്രാതരാശായാജിത തന്നൈച്ഛദ്രജയൻ യസ്യ സപര്യാം ബാലലീലയാ സ കഥം സേവയാ തസ്യ കാലേന ജലസംഗത പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാൽ ഭർത്തോ പാദാവനുസ്മരൻ. ഉണ്ണിക്കണ്ണനായിരുന്നപ്പോൾ അമ്മ പ്രാതലൂണിന് വിളിക്കുമ്പോഴൊന്നും ഉണ്ണാൻ പോകാതെ കണ്ണൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരൻ താനിന്നിതാ വാർദ്ധക്യം ബാധിച്ച് അവശനായിരിക്കുന്നു. അങ്ങനെ ആ ബാല്യം തൊട്ടിന്നോളം കണ്ണൻ്റെ സന്തത സഹചാരിയായി വർത്തിച്ചു. അങ്ങനെയുള്ള ഉദ്ധവരോട് ഭഗവാന്റെ വൃത്താന്തം ചോദിച്ചപ്പോൾ ആ തൃപ്പാദങ്ങളെ ഓർത്തിരിക്കാനല്ലാതെ ഉദ്ധവർക്ക് പെട്ടെന്ന് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. കുറേ നേരം മൗനം പൂണ്ടിരുന്നു ഉദ്ധവർ. ഭക്തിയോഗം കൊണ്ട് അളവറ്റ ആനന്ദത്തിൽ മുഴുകിയവനായി ആ മഹാനുഭാവൻ. പുളകോൽഭിന്ന സർവാംഗോ മുഞ്ചൻ മേലദൃശാശുച പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുത. രോമാഞ്ചകഞ്ചുകിതനായി കണ്ണടച്ചു നിൽക്കുകയാണെന്നിരിക്കലും ആനന്ദബാഷ്പം തൂകിക്കൊണ്ട് സ്നേഹപരാധീനനായിരിക്കുന്ന ഉദ്ധവരെയാണ് വിതുരർക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഭഗവാന്റെ ലോകത്ത് നിന്ന്, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് സാവകാശം ഉദ്ധവർ മനുഷ്യലോകത്തേക്ക് വരികയാണ്. സാവധാനം കണ്ണ് രണ്ടും തുടച്ചു ഭഗവാന്റെ ലീലകളെ ഓർത്തുകൊണ്ട് വിതുരരോട് മറുപടി പറഞ്ഞു തുടങ്ങി. കൃഷ്ണദ്യുമണി നിമ്ലോചേ ഗീർണേഷ്വജകരേണ കിം नु न കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. എന്താ പറയുക വിതുരരെ? ശ്രീകൃഷ്ണൻ, ആ ആദിദേവൻ അസ്തമിച്ചു. കാലസർപ്പത്താൽ വിഴുങ്ങപ്പെട്ട ആ ഭഗവാനോടൊപ്പം നമ്മുടെ ഗൃഹത്തിലെ സർവ്വ ഐശ്വര്യവും നഷ്ടപ്പെട്ടില്ലേ? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? ഈ ലോകം ഭാഗ്യം കെട്ടതാണ്. വെള്ളത്തിൽ നിഴലിച്ചു കാണുന്ന ചന്ദ്രനെ മത്സ്യങ്ങൾ അറിയുന്നില്ല. നിർഭാഗ്യവാന്മാരായ യാദവരാകട്ടെ ആ ഭഗവാനെയും അറിഞ്ഞില്ല. അനേക കാലം ഒരുമിച്ച് സഹവസിച്ചിട്ടും യാദവന്മാർ പൊതുവെ വിജ്ഞന്മാരാണ്. എന്നിട്ടും അവർക്ക് പുണ്യശ്ലോകനായ ഭഗവാനെ അറിയാതെ പോയല്ലോ. ശ്രീകൃഷ്ണനെ ഈശ്വരത്വേന അറിഞ്ഞു വെച്ച ഏതാനും ഭാഗ്യശാലികളായ യാദവന്മാരുണ്ട്. അവർ കൂടി മൂഢവചനം കേട്ട് പിഴച്ചവരായിത്തീർന്നു. ദേവസ്യമായ സ്പൃഷ്ടാ യേ ജാന്യത സദാശ്രിത ഭ്രാമ്യത്തെ ധീർന്ന തദ്വാക്യേർ ആത്മന്യുക്താത്മനോഹരൗ. ശ്രീകൃഷ്ണ ഭഗവാനിൽ
മനസ്സർപ്പിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ളവർ ഈശ്വരൻ്റെ മായയാൽ വൈരാതി ചിത്തവൃത്തികളെ അവലംബിച്ചവരെ പോലെ ആയിത്തീർന്നില്ല. യാദവന്മാരുടെ ബുദ്ധിയാണ് പതറിപ്പോയത്. ശ്രീകൃഷ്ണ ഭഗവാൻ ആരാന്നറിയോ? ഹൃദശ്യാതപ്തതപസാമവിതൃപ്തദൃശാം നൃണം ആദായ അന്തരഥാദ്യസ്തു സുബിംബം ലോകലോചനം. തപസ്സനുഷ്ഠിക്കാതിരുന്നവരും ഭഗവാനെ കണ്ട് തൃപ്തിയടയാത്ത കണ്ണുകളോടുകൂടിയവരുമായ ജനങ്ങൾക്ക് സ്വന്തം ദിവ്യകളേബരം കാണിച്ചു കൊടുത്ത് ജനനേത്രത്തെ ആകർഷിച്ചു. എന്നിട്ട് മറഞ്ഞു കളഞ്ഞു. യന്മർത്യലീലൗപൈകം സ്വയോഗമയാബലം ദർശയതാഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരംപദം ഭൂഷണഭൂഷണാംഗം. സൗന്ദര്യത്തിൻ്റെ പരമകാഷ്ഠയിലുള്ളതാണ് ആ ഭഗവത് ശരീരം. മാനുഷലീലയ്ക്ക് ചേർന്ന വിധം സ്വീകരിക്കപ്പെട്ടതാണെങ്കിലും അലങ്കാരങ്ങൾക്ക് കൂടി അലങ്കാരമായി എവർക്കും വിസ്മയം ജനിപ്പിച്ചു ആ മനോഹര ശരീരം. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നൈപുണ്യം മുഴുവനായും ഈ മോഹന വിഗ്രഹത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. ആ മോഹനരൂപൻ്റെ പ്രേമാർദ്രമായ മന്ദഹാസം, കളിതമാശകൾ, കടക്കൺ വീക്ഷണം എന്നിവ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഗോപവധുക്കൾ. അത്രമാത്രം ഭാഗ്യവതികളായിരുന്നു അവർ. ഭഗവാനെ തന്നെ സദാസമയവും സ്മരിച്ചുകൊണ്ട് പലപ്പോഴും ഗൃഹകൃത്യങ്ങൾ തന്നെ വിസ്മരിച്ചു അവർ. അങ്ങനെയുള്ള അവസരങ്ങൾ എത്രയെത്ര. ഭഗവാൻ ഈ വിധം രൂപം ധരിച്ചു വന്നത് എന്തിനായിരുന്നു? ശാന്താകാരമുള്ള ദേവാദികൾ, അങ്ങനെയല്ലാത്ത ഘോരരൂപികളായ അസുരന്മാർ, ഇവരന്യോന്യം എതിരിട്ട് പീഡിപ്പിക്കപ്പെടുന്ന അവസരങ്ങളിൽ സർവനിയന്താവായ ഈശ്വരൻ സ്വതേ ജനന മരണാദികളില്ലാത്തവനെങ്കിലും വിറകിൽ അഗ്നി എന്ന കണക്കെ പ്രത്യക്ഷപ്പെടുന്നു. മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യദ്വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാൽ വ്യവാത്സീദ് യദനന്തവീര്യ. വസുദേവഗൃഹത്തിൽ കൽത്തുറുങ്കിൽ ജനനം, ജന്മരഹിതനായ ഭഗവാന്റെ ജന്മത്തിന് കാരണമായതെന്തോ അതും, ഗോകുലത്തിലെ വാസവും, പിന്നെ എത്രയും പരാക്രമിയായ ഭഗവാൻ പേടിച്ചെന്ന പോലെ മധുരാപുരിയിലെ വാസം ഉപേക്ഷിച്ച് പോയത്, ഇതൊക്കെ എന്നിൽ വേദനയുണ്ടാക്കി. മാതാപിതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കംസനെ ഭയന്നവരും ശുശ്രൂഷാദികളായ ഉപകാരങ്ങളൊന്നും ചെയ്യാത്തവരുമായ ഞങ്ങളോട് നിങ്ങളിരുവരും ദയ കാണിക്കണേ എന്നൊരിക്കൽ കൃഷ്ണൻ പറഞ്ഞില്ലേ? അതും എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ, ശ്രീകൃഷ്ണൻ്റെ സർവേശ്വരത്വം വ്യക്തമാക്കുകയാണ് ഉദ്ധവർ. വിസ്ഫുരഭ്രൂവിടവേന, ഭഗവാന്റെ ചലിക്കുന്ന പുരികക്കുടി അതുതന്നെ അന്തകനായിക്കൊണ്ടാണ് ഭൂഭാരം തീർത്തു. അങ്ങനെയുള്ള ഭഗവാന്റെ പാദാരവിന്ദ പരാഗത്തെ ഘ്രാണിക്കുന്ന ഏതൊരു മനുഷ്യനും അതൊരിക്കലും മറക്കാനാവില്ല. ശ്രീകൃഷ്ണദ്വേഷിയായിരുന്ന ശിശുപാലന് രാജസൂയത്തിൽ വെച്ച് സായുജ്യം നൽകി. അല്ലയോ വിതുര, അങ്ങയെപ്പോലുള്ളവർ അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നില്ലേ? യോഗിമാർ പോലും ശരിയായ സാധനയിലൂടെ സാധിക്കുവാനാഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള മഹാത്മ്യമുള്ള ഭഗവാന്റെ വിയോഗത്തെ എങ്ങനെ പൊറുക്കും? വീരന്മാരായ എത്രയോ പേർ യുദ്ധത്തിൽ ശ്രീകൃഷ്ണവദനാരവിന്ദത്തെ സ്വന്തം നയനങ്ങളാൽ പാനം ചെയ്തുകൊണ്ട് ആ ഭഗവത് സ്ഥാനമായ വൈകുണ്ഠലോകം പോകി. രാജാവായിരുന്നു ശ്രീകൃഷ്ണൻ. എന്നിട്ട് രാജ്യഭാരം ഏൽക്കാതെ രാജാവായി വാഴുന്ന ഉഗ്രസേനനെ അനുവർത്തിച്ചു. അതും ഉദ്ധവരിൽ വ്യസനം ഉളവാക്കുന്നതായി.
സ്വയം ത്വസാമ്യാതിശയസ്ത്രീ അധീശ, ഈ മൂന്ന് ലോകങ്ങളിലും തനിക്കൊത്തവനായി അഥവാ തന്നെ അതിശയിക്കുന്നവനായി ആരുമില്ല. സർവസമ്പൽ സമൃദ്ധി, സംതൃപ്തമായ ഇഷ്ടങ്ങൾ, ലോകപാലകന്മാർ പോലും കപ്പം കൊടുക്കുന്നു. എന്നിട്ടും രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടുള്ള ഉഗ്രസേനോട് വളരെ ബഹുമാനപൂർവ്വം മഹാരാജാവേ കേട്ടു ധരിച്ചാലും എന്നിങ്ങനെ വിനയാന്വിതനായി സംസാരിക്കുന്നത് അത് കണ്ട് മനസ്സിന് പ്രയാസം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഭഗവാൻ എന്തിനിത്ര എളിമ കാണിക്കുന്നു, എന്തിനിങ്ങനെ സേവകനായി വർത്തിക്കുന്നു? ഈ സേവകഭാവം ഒരിക്കലും ഭഗവാന് ആവശ്യമില്ല. പക്ഷേ അഹോപകീയം സ്തനകാളകൂടം ജികാംസയാ പായതപ്യസാധ്വീ ലേവേഗതിം ധാത്രുചിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമ. ഓർക്കുന്നില്ലേ പൂതനയുടെ കഥ? ദുഷ്ടയായ പൂതന ആ പിഞ്ചു പൈതലിനെ വകവരുത്താനായി വിഷം പുരട്ടിയ മുല കുടിപ്പിച്ചില്ലേ? എന്നിട്ടും പൂതനയ്ക്ക് സൽഗതി നൽകി. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റൊരു കാരുണികനെ പ്രാപിക്കാനുണ്ടോ? ഭക്തർക്ക് മാത്രമല്ല ഭഗവാൻ അനുഗ്രഹം നൽകിയത്. അസുരന്മാർ കോപാവേശിതരെങ്കിലും അവരെ ശ്രീകൃഷ്ണൻ ഭക്തരാക്കി മാറ്റി. യുദ്ധത്തിൽ കശ്യപസുതനായ ഗരുഡൻ്റെ തോളിലേറി പാഞ്ഞണയുന്ന ചക്രായുധനായ ഭഗവാനെ ദർശിച്ചതായി ഉദ്ധവർ സ്മരിക്കുകയുണ്ടായി. വസുദേവസ്യ ദേവക്യാം ജാതോ എന്നാരംഭിച്ച് കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ അതുവരെയുള്ള എല്ലാ കഥകളും ഉദ്ധവരോട് സംക്ഷേപിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചു. കോലും കോലക്കുഴലും ധരിച്ച് കാലിമേച്ച് നടന്ന നാളുകൾ, ബാല്യകാലോചിതമായ കുസൃതികൾ കാണിച്ച് ഗോപീജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചത്, തനിക്കൊത്തവരായ ഗോപബാലന്മാരോടൊപ്പം പുല്ലാംകുഴൽ വിളിച്ച് ആനന്ദിപ്പിച്ചത്, കാളിയൻ്റെ ദർപ്പം ശമിപ്പിച്ചത്, വിഷം കലർന്ന ജലം കുടിച്ച് മരിച്ച ഗോപന്മാരെയും ഗോക്കളെയും വീണ്ടും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചത്, ഇന്ദ്രനെ അല്ല ഗോവർദ്ധനത്തെയാണ്, പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് നന്ദഗോപരെ പറഞ്ഞ് ധരിപ്പിച്ച് അത് ചെയ്യിച്ചത്, അഭിമാന ക്ഷതമേറ്റ ഇന്ദ്രൻ അതിവർഷമുണ്ടാക്കിയത്, ഗോവർദ്ധനത്തെ ഉദ്ധരിച്ച് ഗോകുലവാസികളെ രക്ഷിച്ചത്, എല്ലാം ഉദ്ധവരുടെ മനസ്സിലൂടെ കടന്നുപോയി. ആ വർണ്ണചിത്രങ്ങളെല്ലാം വിദുരരെ കാണിച്ചു കൊടുത്തു. അവയെല്ലാം വിദുരരെ അനുസ്മരിപ്പിച്ചു. മധുരമോഹനഗീതം ആലപിച്ചുകൊണ്ട് ഗോപവധൂജനങ്ങളുടെ ഇടയിൽ ഒരലങ്കാരമായി അവരോടൊപ്പം രമിച്ച ഭഗവാനെ വിദുരർക്ക് കാണാൻ കഴിഞ്ഞു ഉദ്ധവരുടെ വാക്കുകളിലൂടെ. വിദുരർ സകല ബന്ധുജനങ്ങളുടെയും ക്ഷേമം അന്വേഷിച്ചുകൊണ്ടാണ് ഉദ്ധവരോട് സംഭാഷണം ചെയ്യാൻ ആരംഭിച്ചത്. എങ്കിലും വാർത്താം സഖേ കീർത്തയ പുണ്യകീർത്തേ എന്നിങ്ങനെയുള്ള ആ ഭാഗം മാത്രം ശ്രീകൃഷ്ണ വൃത്താന്തത്തെ വിസ്തരിച്ച് പറയുവാൻ വിദുരർ ആവശ്യപ്പെട്ടുവല്ലോ, അതുമാത്രമാണ് ഉദ്ധവർ ചെയ്തത്. ശ്രീകൃഷ്ണൻ്റെ വേർപാടിനെക്കുറിച്ച് പറയാൻ ആരംഭിച്ച ഉദ്ധവർ ഭഗവാന്റെ ലോകോപകാര മഹാത്മ്യവും മറ്റും വർണ്ണിക്കുന്നത് ആവക കാര്യങ്ങളിലൊന്നും വിദുരർക്ക് ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഭഗവത് കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് ഇരുവർക്കും അനുഭവിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. പ്രിയബന്ധുക്കളെ, ഉദ്ധവർ പറഞ്ഞു കൊടുക്കുന്ന ഈ വക കൃഷ്ണലീലകളെല്ലാം ശ്രോതാക്കളായ ഏവർക്കും
അറിയുന്നത് തന്നെ. എങ്കിലും അതൊക്കെ ആവർത്തിച്ച് പറയാൻ തോന്നുന്നു, ഭഗവാൻ തോന്നിക്കുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭഗവത് കഥ കേൾക്കാനും പറയാനും അനുസ്യൂതമായ അവസരമുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്മ വരുത്തണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എവരുടെയും മുമ്പിൽ ശിരസാ നമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.